നമസ്കാരം, വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മഴക്കാലത്ത് പാമ്പ് ശല്യം മൂലം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കുക. നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഞാനിപ്പം ഇതുപോലൊരു പാൻ ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിലേക്ക് സവാളയൊക്കെ വാങ്ങുമ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ വളരെ അധികം വാങ്ങിച്ചു വയ്ക്കും. കാരണം വിലക്കുറവാണെങ്കിൽ ഉള്ളി സവാളയൊക്കെ നമ്മൾ കൂടുതൽ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ വാങ്ങിച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ഉള്ളി സവാളയൊക്കെ കേടായി പോകും. ചിലതൊക്കെ ആണെങ്കിൽ മുളച്ചു വരും. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് സവാളയിൽ മുള പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓണാക്കിയ ശേഷം സവാള ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക ഈ പാനിൽ. അപ്പം ആ ഒരു മുള പൊട്ടുന്ന ഒരു ഭാഗത്തെ ആ ഒരു വേര് പോലുള്ളതൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും ചൂടാക്കി ഈ സവാള വേവിച്ച് കളയുകയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. ഇതുപോലെ എല്ലായിടത്തും ആ ഒരു തീ എത്തി കഴിയുമ്പോൾ തന്നെ ആ ഒരു വേരെല്ലാം ചെറുതായിട്ടൊന്ന് കരിയും. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കരിച്ചിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അതിൽ മുള പൊട്ടത്തില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സാധാരണ എല്ലാവരും ഉള്ളി സവാളയൊക്കെ വാങ്ങിച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂട്ടത്തിൽ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതും സവാള പെട്ടെന്ന് തന്നെ മുളച്ചു പോകാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. എപ്പോഴും ഉണങ്ങിയ സ്ഥലത്ത് മാത്രമേ വെക്കാവുള്ളൂ. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നിലത്തൊരു ചാക്ക് വിരിക്കുക, എന്നിട്ട് അതിൽ സവാള ഇങ്ങനെ നിരത്തി വെക്കുക. കാറ്റും വെളിച്ചമൊക്കെ കിടക്കുന്നിടത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്, ഈർപ്പമുള്ളിടത്ത് വെക്കരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുറേ നാളത്തേന് സവാള ഉള്ളി ഇതൊക്കെ കേടുകൂടാതെ ഇരുന്നോളൂ. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 2. ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പുളിയില്ലേ, അത്. അപ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുളി വെള്ളത്തിലിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട്. അപ്പം സാധാ വെള്ളത്തിൽ, അതായത് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കാതെ ഇതുപോലെ ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പുളി അലുത്ത് കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പുളി പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ സാമ്പാറിൽ സാധാരണയായിട്ട് പുളി പിഴിഞ്ഞ് വെള്ളമാണല്ലോ ചേർക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ട്, ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളമൊന്നും വേണ്ട, അത്യാവശ്യം ചെറിയൊരു ചൂട് അത്രയും മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ ആ പുളി അലുത്ത് നമുക്ക് പുളിവെള്ളം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 3. ഞാനൊരു കപ്പിൽ 1/2 കപ്പ് ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. കാരണം ഇത് ഒന്ന് പൊങ്ങി വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ് അതിൽ കൂടുതൽ എടുക്കത്തില്ല. അതിനപ്പുറം തന്നെ ഇത് പൊങ്ങി വന്നോളും. ഇനി ഇതുപോലൊരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദ എടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഉപ്പ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ പൊങ്ങി വന്ന പാലുണ്ടല്ലോ, ഈസ്റ്റും പഞ്ചസാരയും പാലും കൂടെ ചേർത്ത് വെച്ചത്, അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് കൈ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് കുഴയാനായിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ചെറു ചൂടുള്ള പാല് ചേർത്ത് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒരുമിച്ച് ഒഴിക്കരുത്. കുറേശ്ശെ പാല് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കാം കേട്ടോ. അപ്പം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് നമ്മൾ കുഴച്ചെടുത്ത മാവ്. ഇനി ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് ഇത് പൊങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം എടുക്കുക. തിളച്ച വെള്ളം വേണ്ട, എന്നാൽ ഏകദേശം നല്ല ചൂടുണ്ടായിരിക്കണം. ചൂടുവെള്ളത്തിൽ ഈ പാത്രം ഒന്ന് ഇറക്കി വെച്ചാൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഏകദേശം 1/4 മണിക്കൂറിനുള്ളിൽ ഇത് പൊങ്ങി കിട്ടും. അപ്പം ഇനി അതല്ല സമയം എടുത്തിട്ട് പൊങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ സാധാ രീതിയിൽ വെച്ചാൽ മതി. നമുക്ക് 2 മണിക്കൂറിനുള്ളിൽ ഇത് പൊങ്ങി കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലായിരുന്നു വെച്ചിരുന്നത്. അപ്പം നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് ഈ ഒരു രീതിക്ക് നമുക്ക് മാവ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ 4 മണിക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കറിയില്ലെങ്കിലും ഇത് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലൊന്ന് കുഴച്ച് എടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റണം. അതിനുശേഷം ഈ ഒരു രീതിക്കൊന്ന് പരത്തിയും കൂടെ എടുക്കണം. അപ്പോൾ ഞാനിതൊക്കെ വീഡിയോ വളരെ ലെങ്തി ആയി പോകുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് പറയുന്നതാണ് കേട്ടോ.
കയ്യിലൊക്കെ മാവ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എണ്ണ തടവി കൊടുത്ത് വേണം ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വലിപ്പം വേണ്ട, ഇതുപോലെ കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എല്ലാം പരത്തി എടുത്തതിന് ശേഷം നമുക്കിത് കല്ലിലിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കുമ്പോഴും കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. രണ്ട് വശവും നന്നായിട്ടൊന്ന് ഈ ഒരു കളർ ആകുന്നോടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ്. ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ ഇനി കറി ഇല്ലാതെയാണെങ്കിൽ പോലും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം നോക്കിയേ, പഞ്ഞി പോലെ നല്ല സോഫ്റ്റാണ്. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 4. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളമൊന്നും വേണമെന്നില്ല, എന്നാലും നല്ല ചൂട് വേണം. ഇനി 2 കർപ്പൂരം എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ചൂടുവെള്ളം എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ കർപ്പൂരം നന്നായിട്ട് തന്നെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉജാല ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു 3-4 ഡ്രോപ്പ് ഉജാല ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ബോട്ടിൽ എടുക്കാം. അപ്പം ഞാൻ ചെറിയൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള ബോട്ടിൽ എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപ്പിൽ ചെറിയൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ബോട്ടിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്യാപ്പിൽ ഒരു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടർപ്പൻറ്റൈൻ ആണ്. അപ്പം ടർപ്പൻറ്റൈൻ ഇല്ലാത്തവർക്ക് മണ്ണെണ്ണ എടുക്കാവുന്നതാണ്. അപ്പം മണ്ണെണ്ണയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയാണ്, കിട്ടാനും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ടർപ്പൻറ്റൈൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അല്പം ഈ ബോട്ടിലേക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇത് വെച്ചിട്ടുള്ള ഉപയോഗം എന്താണെന്ന് പറയാം. മഴക്കാലത്ത് വീടുകളിൽ പാമ്പുകളുടെ ശല്യം വർദ്ധിച്ചു വരാറുണ്ട്. മഴ കൂടുതൽ ശക്തമായിട്ട് കഴിഞ്ഞാൽ മാളങ്ങൾ ഇല്ലാതാവുകയും ഇതോടെ പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പതിവാക്കുകയുമാണ്. അപ്പം മാളങ്ങൾ ഇല്ലാതെയാകുന്നതോടുകൂടി പാമ്പുകൾ നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്തും. അപ്പം പാമ്പുകൾക്ക് അനുകൂലമായ സാഹചര്യം നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. വീടിൻ്റെയൊക്കെ അടുത്തുള്ള മാളങ്ങളും പൊത്തുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലുള്ള ചെറിയ ടിപ്പുകളൊക്കെ ചെയ്ത് പാമ്പുകളെ നമുക്ക് വീടുകളിൽ നിന്നും അകറ്റി നിർത്താവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ സന്ധ്യയാകുന്ന സമയത്ത് വീട്ടിലും പരിസരങ്ങളിലും ഒക്കെ ഇതുപോലൊന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാമ്പുകളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ആ കർപ്പൂരത്തിൻ്റെയും ടർപ്പൻറ്റൈൻ്റെയും ഒക്കെ ആ ഒരു സ്മെല്ല് പാമ്പുകളെ അകറ്റി നിർത്തും. മണ്ണെണ്ണയാണ് ഏറ്റവും നല്ലത്. പക്ഷേ മണ്ണെണ്ണ നമുക്ക് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ടർപ്പൻറ്റൈൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ മണ്ണെണ്ണയൊക്കെ ആണെങ്കിലും ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് പാമ്പുകൾക്ക് അസഹനീയമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ പാമ്പുകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എങ്ങും കാണത്തില്ല. അപ്പം എല്ലാ ദിവസവും സന്ധ്യയാകുമ്പം ഇതേപോലെ കുറച്ച് ലോഷൻ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 5. ഇതുപോലത്തെ ചെറിയൊരു ബോട്ടിൽ എടുക്കുക. ഞാൻ സോസിൻ്റെ ചെറിയൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ക്യാപ്പിൽ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ചെറിയ കമ്പി എന്തെങ്കിലും ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടോ ഈ ഒരു രീതിക്ക് ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു ബലൂൺ എടുക്കാം. അതിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ബലൂണ് നമുക്ക് ഈ കുപ്പിയുടെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ടുള്ള ഉപയോഗം എന്താണെന്ന് പറയാം. നമ്മുടെ ടാപ്പിലേക്ക് ഇതുപോലെ ഈ ബലൂണിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുണ്ടോ വെള്ളം നല്ല അടിപൊളിയായിട്ട് വരുന്നതുണ്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് പാത്രമൊക്കെ കഴുകുന്ന സമയത്താണെങ്കിലും ക്ലീനിങ്ങിൻ്റെ സമയത്താണെങ്കിലും ഇതുപോലെ ചുറ്റുഭാഗത്തെല്ലാം നമുക്ക് വെള്ളം ഇങ്ങനെ നമുക്ക് ചീറ്റിച്ച് കഴുകാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.